തെക്കേ നടയിൽ നിന്ന് ടി നന്ദഗോപാൽ കൂടിയുണ്ട്. നന്ദു, അവിടെ മേളം നടന്നുകൊണ്ടിരിക്കുകയാണോ? ആളുകളുടെ വലിയ ഒരു തിരക്ക് ഒഴുക്ക് അവിടെയും കാണാൻ കഴിയുന്നുണ്ടോ? എങ്ങനെയാണ് ഒരു ആവേശം? തെക്കേ നടയിലാണ്. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശബ്ദവും ദൃശ്യവും ഒന്നിക്കുന്ന തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന തെക്കേ നടയിൽ രാവിലെ മുതൽ തന്നെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എഴുന്നള്ളുന്ന ചെമ്പുക്കാവ് ഭഗവതിയുടെ ഘടകപൂരം അത് വടക്കുന്നാഥന്റെ കിഴക്കേ നടയിലൂടെ പ്രവേശിച്ച് ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കി തെക്കേ നടയിലൂടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ആളുകളെയൊക്കെ കാണാം. സാധാരണയായി പല ഘടകപൂരങ്ങളും ഇതുപോലെ തന്നെ പുറത്തേക്ക് തെക്കേ നടയിലൂടെയാണ് വരാറുള്ളത്. പക്ഷേ ഇത്രയും അധികം ആളുകൾ ഒരു പൂരം കാണാൻ, ഒരു ഘടകപൂരം കാണുന്നതിന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആനയുടെ ഒരു സാന്നിധ്യം കൂടെയാണ് എന്നുള്ളതാണ്. ഈ ആനയെ കാണുന്നതിന് മാത്രം നിരവധി ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. ഇതോടൊപ്പം വലിയ മേളവും കൂടെ ഈ ഘടകപൂരത്തിനോടൊപ്പമുണ്ട്. അത് ആസ്വദിക്കുന്ന ആളുകളെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പതുക്കെ ഈ ചെമ്പുക്കാവ് ഭഗവതിയുടെ 3 ആനകളുള്ള ഈ ഘടകപൂരം അത് ക്ഷേത്രത്തിൽ, വടക്കുന്നാഥൻ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി പതുക്കെ എഴുന്നള്ളി വീണ്ടും തിരികെ ഈ തട്ടകത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റ് ഘടകപൂരങ്ങളൊക്കെ ക്ഷേത്രത്തിനകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി പല നടകളിലായി, പ്രത്യേകിച്ചും പടിഞ്ഞാറേ നടയിൽ ഉൾപ്പെടെ ജനസാഗരമാണുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് പനമുക്കുപള്ളി ദേശം, അതോടൊപ്പം തന്നെ ലാലൂർ ദേശം, ചൂരക്കാട്ടുകാവ് ദേശം, അയ്യന്തോൾ ദേശം, നെയ്തലക്കാവ് എന്നുൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ ഘടകപൂരങ്ങൾ കൂടെ വരാനുണ്ട്. അതിൽ ഇന്നലെ നെയ്തലക്കാവ് ഭഗവതിയാണ് പൂര വിളംബരം നടത്തിയത്. ഏറ്റവും ഒടുവിൽ വടക്കുംനാഥന്റെ തട്ടകത്തിലേക്ക് എത്തുന്ന ഘടകപൂരവും നെയ്തലക്കാവ് ഭഗവതിയുടേതായിരിക്കും. അതുൾപ്പെടെ കാണുന്നതിന് വേണ്ടിയാണ് ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. അതേസമയം പൂരത്തിൽ ഏറ്റവും പ്രധാന പങ്കാളിത്തമുള്ള തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ചടങ്ങുകൾ കൂടെ ഒരു വശത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തിരുവമ്പാടി രാവിലെ 7 മണിക്ക് തന്നെ എഴുന്നള്ളത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. തെക്കേ മഠത്തിലേക്കാണ് 3 ആന പങ്കെടുക്കുന്ന എഴുന്നള്ളത്ത് നടന്നത്. അവിടെ പൂജകളുണ്ട്. ആ പൂജകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പ്രശസ്തമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് തുടക്കം കുറിക്കുക. ഇത്തവണ കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിലായിരിക്കും പഞ്ചവാദ്യം ഉണ്ടാവുക. പഞ്ചവാദ്യത്തിന് നിറയെ ആരാധകരുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെക്കേ നന്ദു, ഈ പൂരത്തിനെത്തുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ട വിനോദം എന്ന് പറയുന്നത് ഒരു പക്ഷെ മേളം ആസ്വദിക്കുക തന്നെയാകും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പോകുന്നതാണോ? ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ആന കൂടിയാണല്ലോ രാമൻ. തീർച്ചയായും ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പുമായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ, ആ ആനയ്ക്ക് വരുന്ന ഒരു ആർപ്പുവിളികളോടുകൂടി ആനയെ ഇവിടെയുള്ള ആരാധകരൊക്കെ സ്വീകരിക്കുന്നു. ഈ ആനയെ കാണുന്നതിന് വേണ്ടി മാത്രമാണ് ആളുകൾ ഇപ്പോൾ ഇങ്ങനെ ഈ തെക്കേ നടയിൽ കൂടി നിൽക്കുകയും ചെയ്യുന്നത്. അത്രയേറെ പ്രത്യേകത ഈ ആനയ്ക്കുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ആനയുടെ ഉയരവും സൗന്ദര്യവും അതോടൊപ്പം നേരത്തെ മുതലുള്ള ആരാധകരും ഉൾപ്പെടെ ഈ ആനയ്ക്ക് വലിയ പ്രശസ്തി നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പങ്കെടുക്കുന്ന എഴുന്നള്ളത്ത് കാണുന്നതിന് വേണ്ടി മാത്രം പ്രത്യേകം ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പുമായി ഇവിടെ കൂടി നിൽക്കുന്നു. ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയും ചെയ്യുകയാണ്. കുറച്ച് വർഷം മുൻപ് വരെ നെയ്തലക്കാവ് ഭഗവതിയുമായി എഴുന്നള്ളി വന്ന് തെക്കേ ഗോപുര നടയിൽ നിന്നും പൂരവിളംബരം നടത്തുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു. ആ സമയത്ത് ഉൾപ്പെടെ വലിയ തിരക്ക് തെക്കേ ഗോപുര നടയിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതുവരെ ഈ ഒരു പൂര വിളംബരം എന്ന് പറയുന്ന ചടങ്ങിന് തൃശ്ശൂരുകാർ മാത്രം പങ്കെടുക്കുന്ന വളരെ ലളിതമായ ഒരു ചടങ്ങായിരുന്നു. അത്രയധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആനപ്രേമികൾ ഉൾപ്പെടെ പറയുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ ഒരു പൂര വിളംബരത്തിന് പങ്കെടുക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ഇത്രയേറെ ആളുകൾ ആ പരിപാടിക്ക് വരുന്നതും ഇത്രയും പ്രശസ്തമായി മാറിയതും എന്നുള്ളതാണ്. അപ്പോൾ ആ ആനയ്ക്ക് അത്രയേറെ പങ്ക് തൃശ്ശൂർ പൂരത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാനാവില്ല. നിറയെ ആരാധകർ ഈ ഒരു ആനയെ കാണുന്നതിന് വേണ്ടി മാത്രം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഘടകപൂരങ്ങൾ തന്നെ പലതും ഈ കിഴക്കേ നട വഴി പുറത്തേക്ക് വരാറുണ്ട്. പക്ഷേ ഇത്രയും അധികം ആളുകൾ ഇവിടെ കൂടി നിന്ന് ഒരു ആനയെ കാണുന്നുണ്ടെങ്കിൽ അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ്. അത്രയേറെ പ്രത്യേകതകളുണ്ട്. ഏതായാലും ആളുകളൊക്കെ വലിയ ആവേശത്തിലാണ്. പൂരം അതിന്റെ ആവേശത്തിന്റെ മണിക്കൂറുകൾ നന്ദു പറഞ്ഞതുപോലെ ഒരുപാട് ഫാൻസ് ഉള്ള ആന തന്നെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അതിന് നിരവധി കാരണങ്ങളുമുണ്ട് കേട്ടോ. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആനകളിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ഉയരമുള്ള
ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്നത്. കാരണം തലപ്പൊക്കം കൊണ്ട് ആനകൾക്കിടയിൽ തലപ്പൊക്കം കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. എല്ലാ വർഷവും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണ പൂരത്തിനുണ്ടാകുമോ എന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരുപാട് പൂരപ്രേമികൾ ആനപ്രേമികൾ ഉണ്ട് എന്നതുകൂടി പറയട്ടെ. എന്തായാലും ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ടാണ് ഇപ്പോൾ തെക്കിൻകാട് മൈതാനത്തേക്ക് ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഘടകപൂരങ്ങളുടെ വരവാണ് ഇപ്പോൾ പൂരനഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് മഠത്തിൽ വരവാണ്. മഠത്തിൽ വരവിനായുള്ള കാത്തിരിപ്പ് കൂടി നമുക്ക് കാണാം. ഒപ്പം മേളം മുറുകിക്കൊണ്ടിരിക്കുന്നു. മേളത്തിനൊപ്പം ആളുകൾ അങ്ങനെ വാനിൽ കൈകൾ ഉയർത്തി ആ മേളം മുറുകുന്നതിനനുസരിച്ച് താളം പിടിക്കുന്ന മനോഹരമായ കാഴ്ച കൂടി നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരനഗരിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൂരനഗരിയിൽ മേളം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടരാജ് പരശുറാമുണ്ട്. നടരാജ, ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം ആളുകളെ അലട്ടുന്നത് അതിശക്തമായ ഉഷ്ണമാണ്. തൃശ്ശൂരിൽ നല്ല ചൂടുണ്ട് എന്നതിൽ സംശയമില്ല. ഇപ്പോൾ വെയിലും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാണോ ഉള്ളത്?